നമസ്കാരം. നിങ്ങൾക്കായി തയ്യാറാക്കിയ ഈ പുതിയൊരു ഡീപ്പ് ഡൈവിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ, അതായത് ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ്. അതെ അതെ, പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു ഡീപ്പ് ഡൈവ് എന്തായാലും വളരെ ഉപകാരപ്രദമാകും. തീർച്ചയായും. ഇപ്പോൾ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 2025ഓടെ ചാർജർ അനുപാതം 1.235 ആകുമെന്നാണ് പറയുന്നത്. അതായത് ചാർജറുകളുടെ എണ്ണം ശരിക്കും വളരെ കുറവാണ്. ഭയങ്കര കുറവാണ്. പക്ഷേ എണ്ണം മാത്രമല്ല പ്രശ്നം. നമ്മുടെ കേരളത്തിലെ ഈ ഒരു പ്രത്യേക കാലാവസ്ഥയും പിന്നെ നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന ചില ശീലങ്ങളും ഈ ചാർജറുകളെയും വണ്ടികളെയും നശിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മളിന്ന് പ്രധാനമായും സംസാരിക്കുന്നത്. കറക്റ്റ്. നമ്മൾ ഈ ചാർജറുകളുടെ കുറവിനെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു വില്ലൻ ശരിക്കും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയാണ്. പ്രധാനമായും ഇവികളുടെ ഉള്ളിലെ ICCU, അതായത് ഇന്റഗ്രേറ്റഡ് ചാർജിംഗ് കൺട്രോൾ യൂണിറ്റിന്റെ തകരാറുകൾ. ഒരു മിനിറ്റ്. ഈ ICCU പ്രശ്നം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മളിപ്പോൾ തണുത്ത വെള്ളമുള്ളൊരു ഗ്ലാസ് പുറത്തു വെച്ചാൽ അതിന് ചുറ്റും ഈർപ്പം അടിഞ്ഞുകൂടില്ലേ? അതെ അതെ. ഏകദേശം ഇതേപോലെയുള്ളൊരു സംഭവമാണോ ഈ ഇവികൾക്കും സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അതെ. കേരളത്തിൽ പൊതുവെ ഭയങ്കര ഈർപ്പമുള്ള കാലാവസ്ഥയാണല്ലോ. അപ്പോൾ നീണ്ട നേരത്തെ AC ചാർജിങ്ങിന് ശേഷം വാഹനം പെട്ടെന്ന് തണുക്കുമ്പോൾ ഈ പറഞ്ഞ ICCU യൂണിറ്റിനുള്ളിൽ ഒരു വാക്വം ഉണ്ടാകുന്നുണ്ട്. ഓഹോ, ഒരു വാക്വം. അതെ. ഈ വാക്വം എന്ത് ചെയ്യുന്നു വെച്ചാൽ പുറത്തുള്ള ഈർപ്പത്തെ ഒരു സ്ട്രോ പോലെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ഇത് കാരണം സർക്യൂട്ട് ബോർഡിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട്. മൈ ഗോഡ്. അപ്പോൾ വെള്ളം ഉള്ളിൽ കയറുന്ന പോലെ തന്നെ. ഇതിനൊരു പരിഹാരമായി ഡാഷ്ബോർഡിൽ നിന്ന് ചാർജിംഗ് ആംബിയർ കുറച്ചുവെക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വളരെ നല്ലൊരു രീതിയാണ്. ആംബിയർ കുറയ്ക്കുമ്പോൾ ഉള്ളില് ചൂടാകുന്നത് കുറയുമല്ലോ. പിന്നെ വേറൊരു രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ DC ഫാസ്റ്റ് ചാർജിംഗ് ശരിക്കും ഈ ICCU ഉപകരണത്തിന് ഒരു വലിയ വിശ്രമം നൽകുകയാണ് ചെയ്യുന്നത്. വെയിറ്റ്, ശരിക്കും DC ഫാസ്റ്റ് ചാർജിംഗ് ചെയ്യുമ്പോൾ വണ്ടി കൂടുതൽ ചൂടാവുമെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. അത് ഈ യൂണിറ്റിന് റിലാക്സേഷൻ കൊടുക്കുവോ? അതാണ് പലർക്കും അറിയാത്തത്. DC ചാർജിംഗിൽ പവർ കൺവേർഷൻ നടക്കുന്നത് പുറത്തുള്ള സ്റ്റേഷനിലാണ്, വണ്ടിയുടെ ഉള്ളിലല്ല. അതുകൊണ്ട് ICCUന് പണിയില്ല. അത് ഗംഭീരമായിട്ടുള്ളൊരു അറിവാണ്. പക്ഷെ കാലാവസ്ഥ മാത്രമല്ലല്ലോ, നമ്മൾ യൂസേഴ്സ് കാണിക്കുന്ന ചില അബദ്ധങ്ങളും ഇതിനൊരു കാരണമല്ലേ? പെട്രോൾ കാറുകൾ കഴുകുന്ന പോലെ ഹൈ പ്രഷർ വാഷർ ഉപയോഗിച്ച് ചാർജിംഗ് പോർട്ടൊക്കെ കഴുകുന്ന ആൾക്കാരുണ്ട്. അതൊരു വലിയ അബദ്ധമാണ്. ഈ പ്രഷർ വാഷറുകൾ ഉപയോഗിക്കുമ്പോൾ വെള്ളം ഫോഴ്സിലുള്ളിൽ കയറി ഭയങ്കര അപകടമുണ്ടാകാം. എപ്പോഴും ഒരു നനഞ്ഞ തുണി കൊണ്ട് മാത്രം ഇതൊക്കെ തുടയ്ക്കുന്നതാണ് സേഫ്. അത് ശരിയാ. പിന്നെ ഈ ബാറ്ററി ചാർജിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ എപ്പോഴും 100% കുത്തിനിറയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അത് ബാറ്ററിയെ വേഗം നശിപ്പിക്കും. എപ്പോഴും 100% അതുപോലെ സ്ഥിരമായി ലെവൽ 3 DC ഫാസ്റ്റ് ചാർജറുകൾ ഉപയോഗിക്കുന്നതും ബാറ്ററിയുടെ ആയുസ് കുറയ്ക്കും. അപ്പോ എത്ര ശതമാനം വരെ ചാർജ് ചെയ്യുന്നതാണ് നല്ലത്? നമ്മുടെ ദൈനംദിന ഉപയോഗത്തിന് 20% മുതൽ 80% വരെ മാത്രം ചാർജ് ചെയ്യുന്നതാണ് എപ്പോഴും ഏറ്റവും ഉചിതം. ഓക്കെ. ഇപ്പോൾ ഇത്തരം തെറ്റിദ്ധാരണകൾ എങ്ങനെ മാറ്റാമെന്നതിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ടോപ്പ് 5 മിസ്റ്റേക്സ് എന്നൊക്കെയുള്ള തലക്കെട്ടുകൾ കാണാറില്ലേ? അത് നമ്മളെ പെട്ടെന്ന് ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പിന്നീട് വ്യക്തമായ ഒരു കാരണമുണ്ട്. ഇതിനെ മനുഷ്യന്റെ ലോസ് അവേർഷൻ, അതായത് നഷ്ടം ഒഴിവാക്കാനുള്ള ഒരു മനഃശാസ്ത്രം എന്നാണ് പറയുന്നത്. അതായത് ലക്ഷങ്ങൾ മുടക്കിയ വണ്ടി കേടാകുമ്പോഴുള്ള ആ ഒരു സാമ്പത്തിക നഷ്ടം. കറക്റ്റ്. വലിയ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുന്നു. ടെക്നിക്കൽ മലയാളം, പിന്നെ പിറ്റ് സ്റ്റോപ്പ് വീക്ക്ലി തുടങ്ങിയ മലയാളം യൂട്യൂബ് ചാനലുകൾക്ക് ഇത്തരം ശൈലികൾ ഉപയോഗിച്ച് ജനങ്ങളെ വളരെ എളുപ്പത്തിൽ ബോധവൽക്കരിക്കാൻ സാധിക്കും. അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഡീപ് ഡൈവ് നിങ്ങൾക്ക് തീർച്ചയായും ഒരു പുതിയ ഉൾക്കാഴ്ച നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ. സാങ്കേതികവിദ്യ ഇപ്പോൾ എത്ര വളർന്നാലും അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും. അവസാനമായി നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കാം. നമ്മൾ പരിസ്ഥിതി സൗഹൃദമായ ഒരു ഭാവിയിലേക്ക് പോകുമ്പോൾ അതിലെ യഥാർത്ഥ തടസ്സം പുത്തൻ സാങ്കേതിക വിദ്യയുടെ പോരായ്മകളല്ല, മറിച്ച് പഴയ പെട്രോൾ വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്ന നമ്മുടെ ആ പഴയ ശീലങ്ങൾ മാറ്റാനുള്ള നമ്മുടെ മടിയാണെങ്കിലോ? അതൊരു വലിയ ചിന്തയാണ്. നമ്മൾ മാറേണ്ട സമയം കഴിഞ്ഞു. അതെ. ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ പഠനം എപ്പോഴും തുടരുക. അടുത്ത ഡീപ്പ് ഡൈവിൽ കാണാം.